VS രഞ്ജിത്ത്, ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് അറിയേണ്ടത്. NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി വരുന്നു. ഇക്കഴിഞ്ഞ ഒരു 3 മാസം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ തവണയാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം വരുന്നത്. പാലക്കാട്, പത്തനംതിട്ട, ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി, മോദി കെ പരിവാർ അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. റോഡ് ഷോ പ്രധാനമന്ത്രി തന്നെ നടത്താൻ പോകുന്നു. കേരളത്തിലേക്ക്, അതും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ ആദ്യം വരുന്ന സംസ്ഥാനം കേരളമായി മാറുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ രഞ്ജിത്ത്. സുജയ്, തീർച്ചയായിട്ടും അത് കേരളം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വരവല്ല. കാരണം ഇതിപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി നടക്കാൻ പോകുന്നത് കേരളത്തിലാണ്, അതും പത്തനംതിട്ടയിലാണ്. അതിനുശേഷം പാലക്കാട് നടക്കാൻ പോകുന്നു. ഇത് BJPയുടെ ഒരു സൗത്ത് ഇന്ത്യൻ പ്ലാൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BJP ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് 400 സീറ്റാണ്. 370നും 400നും ഇടയിൽ സീറ്റ് നേടുമെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് ഇനി ഒരു സീറ്റും കിട്ടാനില്ല. അവർക്ക് സീറ്റുകൾ കിട്ടാനുള്ളത് അത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. സൗത്ത് ഇന്ത്യയിലെ 130 സീറ്റുകളിൽ 2019 അവർക്ക് കിട്ടിയത് വെറും 29 സീറ്റാണ്. അതിൽ 25 എണ്ണം കർണാടകയിൽ നിന്നും 4 എണ്ണം തെലങ്കാനയിൽ നിന്നുമാണ് കിട്ടിയത്. ഈ സീറ്റുകളിൽ നിന്ന് 130ൽ നിന്ന് 75 എന്ന സംഖ്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് BJP നോക്കുന്നത്. അതിന് തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, കർണാടകയിൽ നിന്നും, കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ വിസിറ്റും സൗത്ത് ഇന്ത്യയിലെ സംസ്കാരങ്ങളുമായി, കൾച്ചറുകളുമായിട്ടൊക്കെ കൂടുതൽ മിങ്കിൾ ചെയ്യാനുള്ള മോദിയുടെ നീക്കങ്ങളുമൊക്കെ ഉള്ളത്. നമുക്കറിയാം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് മോദി സൗത്ത് ഇന്ത്യയിലെ രാമക്ഷേത്രങ്ങളാണ് സന്ദർശിച്ചത്. അത് കേരളത്തിൽ ഗുരുവായൂരമ്പലത്തിലും തൃപ്രയാർ ക്ഷേത്രത്തിലും, തമിഴ്നാട്ടിൽ രാമേശ്വരം ക്ഷേത്രത്തിലും, ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലുമൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പൊങ്കൽ പരിപാടിയിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു, പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയുടെ ആഘോഷങ്ങളും സൗത്ത് ഇന്ത്യയുടെ സംസ്കാരവും BJPക്ക് അന്യമല്ല എന്ന് വരുത്തി തീർക്കുകയാണ് അവർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു സൗത്ത് ഇന്ത്യൻ പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലേക്കാണ് ഇപ്പോൾ ഈ 4ാമത്തെ വരവ് കൂടി ഉണ്ടാവുന്നത്. കേരളത്തിൽ നിന്ന് 2 അക്കം കടക്കും എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ മോദിയുടെ സ്വപ്നമായിരിക്കാം. അല്ലെങ്കിൽ മോദി പ്ലാനിൽ ഈ 79 എന്ന് പറയുന്ന പ്ലാനിലേക്ക് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സംഖ്യയായിരിക്കാം ഈ 2 അക്കം എന്ന് പറയുന്നതും. ഏതായാലും നരേന്ദ്രമോദിക്കും BJPക്കും ഇത്തവണ സൗത്ത് ഇന്ത്യയെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമാണ്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അത് കേരളത്തിൽ വോട്ടാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.